നമസ്കാരം. ഈ ഏപ്രിൽ 15 ഈ കേരളത്തെ നടുക്കിയ ഒരു കേസ് കോട്ടയത്ത് നടന്നായിരുന്നു. അതായത് രണ്ട് പിഞ്ചു മക്കളും അമ്മയും, അമ്മ ഒരു അഡ്വക്കേറ്റാണ്, ജിസ്മോൾ, മീനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഭർത്താവിന്റെ കുടുംബത്തിന്റെയും ക്രൂരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരത്തി ആറ്റിലേക്ക് ചാടിയത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ 26 ഏകദേശം മരണം കഴിഞ്ഞിട്ട് 11 ദിവസമായി. സത്യം പറഞ്ഞാൽ ഇത് ഒരു വലിയൊരു കേസാണ്. അതായത് ഡൊമസ്റ്റിക് വയലൻസും ഡൗറി എല്ലാത്തിൻ്റെയും ഒരു വലിയൊരു ഘടകം തന്നെ ഈ കേസിനകത്തുണ്ട്. അപ്പോൾ ഇത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് നടന്നത്. ബഹുമാനപ്പെട്ട ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഇപ്രകാരം പ്രതികരിച്ചിട്ടുണ്ട്. സാറേ, ഈ നമ്മുടെ ജിസ്മോളുടെ കേസിന്റെ ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 194 BNS പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് നടന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ നിലയിലൊക്കെ അദ്ദേഹത്തെ ജിസ്മോളുടെ ഫ്രണ്ടിൻ്റെ ഒക്കെ മൊഴി എടുത്തു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അതിനുശേഷം ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ ഇതുവരെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയും ചെയ്തു? അത് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. അപ്പം അതിനുള്ള ബാക്കിയുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി ഉണ്ടാകും. സാർ, അവരുടെ വീട്ടിലൊരു CCTV ഉണ്ടല്ലോ, ആ CCTV ഞാൻ പറഞ്ഞല്ലോ, അത് അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. അത് അതിനുശേഷം നമുക്ക് നോക്കാം. 7-8 ദിവസമേ ഉള്ളൂ. അപ്പോൾ അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 194 BNS എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള സെക്ഷൻ. സത്യത്തില് ഈ 194 BNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാര് വഴക്ക് പിടിക്കുക, അത് പബ്ലിക് പീസിനെ ഹനിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകുക, അതാണ് 194 BNS. അതിന് 1 മാസം ശിക്ഷയും പെനാൽറ്റിയുമുണ്ട്. അതാണ് ഈ സാറ് പറഞ്ഞ 194 BNS. പരേതയായ ജിസ്മോളിനെയും കുട്ടികളുടെയും മൃതദേഹം നീരിക്കാടാണ് ജിസ്മോളെ കെട്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. പാലായിൽ നിന്ന് നീരിക്കാട്ടിലേക്കാണ് കെട്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നീരിക്കാട്ട് പള്ളിയില് ഈ ജിസ്മോളുടെയും കുട്ടികളുടെയും ഭൗതിക ശരീരം കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ആൾക്കാരും പാലായിലെ ആൾക്കാരും രോക്ഷാകുലരായി യവനെ ജിമ്മി എന്ന് പറയുന്ന ഭർത്താവിനെയും കുടുംബത്തിനെ അടിക്കാൻ പിടിച്ചു. അപ്പൊ അവിടെ എന്താ ഒരു കോൺഫ്ലിക്റ്റ് നടത്തി. അതിനാണ് ഈ പറയുന്ന സെക്ഷൻ വരുവുള്ളെന്നാണ് എൻ്റെ ഒരു തോന്നല്. സത്യം പറഞ്ഞാല് പുള്ളിക്കാരത്തിയുടെ ഭൗതിക ശരീരം അങ്ങ് പുള്ളിക്കാരത്തിയുടെ വീട്ടിൽ തന്നെ പാലായിൽ കൊണ്ടാണ് അടക്കിയത്. നീറിക്കാട് അടക്കിയിട്ടില്ല. ഈ കേസിന്റെ ഒരു രൂപരേഖ എന്നോളം ഇതൊരു ക്രൂരമായിട്ടുള്ള കേസാണ്. കാര്യം ഈ 2019 ആണെന്ന് തോന്നുന്നു ഈ കുട്ടിയുടെ വിവാഹം നടന്നത്. അപ്പോൾ 7 വർഷമായിട്ടില്ല, 6 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ 7 വർഷത്തിന് താഴെയുള്ള ഒരു മരണമാണ് അല്ലെ? അപ്പൊ അത് ഡൗറി ഡെത്തിനകത്ത് വരും. ഡൗറി ഡെത്ത് എന്ന് പറയുമ്പോൾ ലൈഫ് ഇംപ്രിസൺമെന്റ്, അതായത് ജീവിതകാലം മൊത്തം തടവും, അല്ലാത്ത പക്ഷം ചുരുങ്ങിയത് 7 വർഷമെങ്കിലും തടവുണ്ടാകുന്ന ഒരു വലിയ കേസാണത്. അത് തന്നെയല്ല, പിഞ്ചു ബാല്യമായിട്ടുള്ള പിള്ളേരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. പിന്നെ ഉള്ള സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 306 അബിറ്റ് ടു സൂസൈഡ് അല്ലെ? അതായത് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുക. അത് ഒരു 10 വർഷത്തിന് തടവിനുള്ളതുണ്ട്. ക്രൂവാലിറ്റി ഉണ്ട്, 498A ക്രൂവാലിറ്റി, അതൊരു 3 വർഷം 4 വർഷത്തിന് തടവുണ്ട്. അപ്പൊ എങ്ങനെ കളിച്ചാലും ഒരു ജീവപര്യന്തത്തിനുള്ള സ്കോപ്പുള്ള വലിയൊരു കേസാണ് അല്ലെ? കാര്യം എന്നാ, ആ കുട്ടി ജിസ്മോളുടെ കൂട്ടുകാരി പല വീഡിയോയിലും പറയുന്നുണ്ട്, ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്, ആ കുട്ടി അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടി സ്വന്തം കൊച്ചു പിഞ്ച് മക്കളെ ആയിട്ട് പോയി ആത്മഹത്യ ചെയ്തു. അപ്പം അത്രയും ക്രൂവൽറ്റി അനുഭവിച്ച ജിമ്മി എന്ന് പറയുന്ന ആ നരാധമനായിട്ടുള്ള ഭർത്താവിന്റെയും അദ്ദേഹത്തിന്റെ അമ്മ ബീനയുടെയും ഈ അമ്മായിയച്ഛൻ ഉതുപ്പിന്റെയും പിന്നെ ഒരു പെങ്ങളുമുണ്ട്, അവിടെയും മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവസാനം ജീവൻ ഒടുക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഡൗറി ഡെത്ത് വരും. ഡൗറി ഡെത്ത് എന്ന് പറയുമ്പോൾ ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. അതിനകത്ത് ഇവൻ പ്രൂവ് ചെയ്യണം പ്രസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. അതായത് ഈ ജിമ്മി പ്രൂവ് ചെയ്യണം ഞാൻ അതല്ല, ഡൗറി ഡെത്ത് അല്ലെന്ന് പ്രൂവ് ചെയ്താലേ അത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പം പ്രഥമ ദൃഷ്ടിയാൽ ഇത്രയും ഇതുണ്ട്, സെക്ഷൻസ് ഉണ്ട്. ആരുടെ പേര്? ജിമ്മിയുടെ വീട്ടുകാരുടെയും പേര്.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സാറ് ഏറ്റുമാനൂരിലെ സാറ് പറയുന്നത് 194 BNS എന്ന്. ഒരു പക്ഷെങ്കില് പുള്ളിക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഇന്ന് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ മൊത്തം അറിയാവുന്ന ആറാട്ടൻ എന്ന് പറയുന്ന ഒരു പാവമായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ നാക്കോ സ്വഭാവമോ എന്തൊക്കെയോ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, പോലീസ് കൊണ്ടുപോയി. BNS സെക്ഷൻ ആ പോലീസുകാർ മൊത്തം പറഞ്ഞു, ഇന്ന സെക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. BNS 75(1)(4)(67) IT ആക്ട് തുടങ്ങിയ വകുപ്പുകളാണ് സന്തോഷ് വർക്കിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇവിടെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 75(1)(4) BNS, അതുപോലെ തന്നെ 67 IT ആക്ട്. കസ്റ്റഡിയിൽ എടുത്തത് മറ്റേ നമ്മുടെ സ്ക്വാഡുകാരാണ്. ആ സ്ഥലം അവര് താമസ സ്ഥലത്ത് നിന്നാണ്, വേറെ ഫംഗ്ഷന്റെ സ്ഥലത്തു നിന്നല്ല, താമസ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത. പരാതിക്കാർ ഒരുപാടുണ്ട്, പക്ഷെ നമ്മളിപ്പോ ഒരു പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടിമാർക്കെതിരായ അപ്പം അതിനെക്കാട്ടിലും പ്രാധാന്യവും ക്രൂവൽറ്റിയും ഉള്ള ഒരു കേസാണ് ജിസ്മോളുടെ. ഇദ്ദേഹത്തിനൊന്ന് പറയാമല്ലോ, ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തിന് ഇത്ര സെക്ഷനുള്ള FIR ഉണ്ട്? അദ്ദേഹത്തിന് പറയുന്നതിന് പരിമിതികൾ കാണുമായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ജിസ്മോൾ എന്ന് പറയാൻ കാര്യം, ആ കുട്ടി അത്രയ്ക്കും വേദന തിന്ന് മരിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു നീതി കിട്ടണം. ഇവിടെ നീതിക്കാട് നാളെ, അതായത് 27-ാം തീയതി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം ജിസ്മോൾക്കും ജിസ്മോളുടെ പിള്ളേർക്കും നിയമത്തിന്റെ സത്യസന്ധത തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ജിസ്മോൾക്ക് പിള്ളേർക്കും നീതി ലഭിച്ചുകൊണ്ട് മേലിൽ നമ്മളുടെ സമൂഹത്ത് ഇങ്ങനെയൊരു പീഡനവും മരണവും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു.